തിരുവനന്തപുരം ജില്ലയിൽ കിഴുവല്ലം കൊറക്കട ഭാഗത്ത് നീതു ഭവനിൽ ശാന്തമ്മ ബാബുവാണ് ഈ അമ്മ. സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷം കൂലിവേല ചെയ്തും മറ്റ് പലതരത്തിലുള്ള ജോലികളും ചെയ്താണ് മക്കളെ വളർത്തിയത്. അമ്മയ്ക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. മകനാണ് കൂടെയുള്ളത്. സ്വന്തമായി ഒരു വീടില്ല, ഉള്ളത് തന്നെ മകളുടെ പേരിൽ അനുവദിച്ചതാണ്. അതും ലോണടവ് തെറ്റിയത് മൂലം പ്രതിസന്ധിയിലാണ്. ഗുരുതരാവസ്ഥയിൽ വെരിക്കോസ് വെയിൻ എന്ന രോഗം നേരിടുന്ന ഈ അമ്മ അന്നന്ന് കഴിയുന്നതിനുള്ള നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. പരസഹായം കൊണ്ടാണ് വീട് കഴിയുന്നത്. മകനെ കൊണ്ട് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, വളരെ കഷ്ടതയിലുമാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ശീലമുള്ള മകൻ പലപ്പോഴും ദേഹോപദ്രവവും ഏൽപ്പിക്കാറുണ്ട്. മയക്കുമരുന്നുകളുടെ ഉപയോഗം മാത്രമല്ല, വിൽപ്പനയും ഉള്ളതായി അമ്മ പറയുന്നു. അങ്ങനെ പലതവണ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു തവണ പോലീസ് വീട്ടിൽ അന്വേഷിച്ചു വരികയും ഇതു സംബന്ധമായ സാധനങ്ങൾ തൊണ്ടി മുതലായി കണ്ടെടുത്തിട്ടുള്ളതുമാണ്. എന്നിരുന്നാലും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നത് അമ്മയെ വിഷമസന്ധിയിലാക്കുന്നു. അമ്മയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും അടുത്തുള്ളവരോട് ഇല്ലാതിരുന്നിട്ടും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ മകനെ ഭയന്നിട്ട് അവരാരും സഹായിക്കാറില്ല. വാർഡ് മെമ്പറുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. മകൻ അസമയത്തൊക്കെ കയറി വന്ന് അസഭ്യം പറയുകയും കതകും വീട്ടുപകരണങ്ങളും തല്ലിയുടയ്ക്കുന്നതും നശിപ്പിക്കുന്നതും പതിവാണ്. നിലവിൽ പൂട്ട് തകർത്ത അവസ്ഥയിൽ ഒരു ചരടുകൊണ്ട് കെട്ടിയാണ് വാതിലടയ്ക്കുന്നത്. കെട്ടിച്ചയച്ച മകളുടെ അവസ്ഥയും മോശമായതിനാൽ അവിടെ നിന്നും സഹായം കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്നതാണ് വാസ്തവം. ഇപ്പോഴത്തെ അവസ്ഥയിൽ വെരിക്കോസ് വെയിൻ 2 കാലിലും രൂക്ഷമായ അവസ്ഥയിലാണുള്ളത്. അതിനാൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുക അസാധ്യമാണ്. മകളുടെ പേരിൽ അനുവദിച്ചു കിട്ടിയ പണി പൂർത്തിയാകാത്ത വീട്ടിൽ കിടക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലാണ്. ഓരോന്നിനും പണം ആവശ്യമായി വരുമ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടാറുണ്ട്. എറണാകുളത്തുള്ള ദേവി എന്ന ഒരാളാണ് പലപ്പോഴും സഹായിക്കാറുള്ളത്. അതുതന്നെ ഇല്ലായ്മയിൽ നിന്ന് സ്വരുക്കൂട്ടി അയക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്ര കാലത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല താനും. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന ഈ സ്ഥലം കിഴുവല്ലം 9ാം വാർഡിലാണുള്ളത്. ഷുഗർ, BP, തൈറോയിഡ്, കൊളസ്ട്രോൾ, വെരിക്കോസ് വെയിൻ, പ്രായത്തിൻ്റെതായ ധാരാളം ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ കാരണം ഈ അമ്മ ബുദ്ധിമുട്ടുകയാണ്. മകൻ കൂട്ടുകാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരികയും മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നു എന്ന് മാത്രമല്ല, സഭ്യമല്ലാത്ത ഭാഷയും പ്രവൃത്തികളും നേരിടേണ്ടി വന്നതായും അമ്മ വേദനയോടെ പറയുന്നു. നിലവിലുള്ള അമ്മയുടെ ഉടമസ്ഥതയിൽ പോലും അല്ലാത്ത വീടും സ്ഥലവും വിറ്റ് ഓഹരി കൊടുക്കാൻ മകൻ വഴക്കുണ്ടാക്കുന്നതും പതിവാണ്. കാലിന് സ്വാധീനം കുറവുള്ള അമ്മ സഹായം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ലോട്ടറി കച്ചവടം നടത്തി നോക്കി. കാലിന് വേദനയും ദേഹാസ്വാസ്ഥ്യം കാരണം അതും നടപടിയില്ലാത്ത അവസ്ഥയിലാണ്. ആശാ വർക്കർമാരും ഹെൽത്തിലെ പ്രവർത്തകരും സഹായിക്കുമെങ്കിലും നല്ലൊരു ശതമാനം മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ടവയാണ്. മകൻ ഏതു തരത്തിൽ പെരുമാറും എന്നറിയാത്തതിനാൽ ജീവന് തന്നെ ഭീഷണിയിലാണ് കഴിയുന്നത് എന്ന് അമ്മ വേദനയോടെ പറയുന്നു. പണത്തിന്റെ ആവശ്യങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും കിടന്നുറങ്ങാൻ ഒരു കൂരയാണ് അമ്മയുടെ പ്രധാന ആവശ്യം. 1 സെന്റ് സ്ഥലം കിട്ടിയാൽ അവിടെ ഒരു കുടില് കെട്ടിക്കഴിയാൻ ഈ അമ്മ തയ്യാറാണ്. ആയതിനാൽ ആരെങ്കിലും 1 സെന്റ് സ്ഥലമെങ്കിലും തന്ന് സഹായിക്കണമെന്നാണ് അമ്മയുടെ ആവശ്യം. ഞങ്ങൾ കേരള ഓൺലൈൻ ടീം നേരിൽ കണ്ടതും അമ്മ പറഞ്ഞറിഞ്ഞതുമാണ് ഈ വിവരങ്ങളൊക്കെ. സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് 2 തരത്തിൽ ചിന്തിക്കാമെന്നാണ് ഞങ്ങളുടെ പക്ഷം. അമ്മയുടെ മകനെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്വന്തമായ ഒരു വീട്. അതെത്ര ചെറുതായാലും അമ്മയ്ക്ക് സ്വീകാര്യമാണ്. സഹായിക്കാൻ തയ്യാറുള്ള നല്ല മനസ്സുകളെ തേടുകയാണ് ഇവർ ഇപ്പോൾ. ദിവ്യമായ മാതൃത്വത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സങ്കടകരമായ അവഗണന നേരിടുന്ന ഇവർക്ക് താങ്ങും തണലുമാകാൻ കാരുണ്യമുള്ളവരിൽ നിന്ന് സഹായം തേടുകയാണ് ഈ പാവം അമ്മ. എൻ്റെ പേര് ശാന്തയാണ്. ഞാൻ അയനാങ്കണത്ത് നീതുഭവൻ വീട്ടിൽ താമസിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഷുഗർ, BP, തൈറോയിഡിൻ്റെ ഒരു അസുഖമുള്ളതാണ്. 27 വർഷമായി. എൻ്റെ കാല് 2 ഞരമ്പ് പൊട്ടി വ്രണമായിട്ട് ഞാൻ 10-20 കൊല്ലം കൊണ്ട് ഞാൻ കൂലിപ്പണിക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അതിന് മുമ്പ് ഞാൻ തൊഴിൽ എടുത്ത് ഞാൻ ജോലിയൊന്നുമില്ല, കക്കൂസിലെ തീട്ടം വരെ കോരി ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതാണ്. ഇപ്പം ഞാൻ 10-20 കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇപ്പം ഞാൻ 1 വർഷം കൊണ്ട് ഞാൻ ഒരു ജോട്ടറി ബുക്ക് എടുത്ത് വിറ്റാണ് ഞാൻ എൻ്റെ വീട്ടിലെ സർവത്ര ചെലവുകൾ നടത്തിപ്പോണത്. പോരാത്ത എനിക്ക് ആലുവ ഒരു മോളുണ്ട്, ദേവി എന്നാണ് പേര്. ആ മോളെ വിളിച്ചാണ് എനിക്ക് ബാക്കിയുള്ള ഏത് ബുദ്ധിമുട്ട് വന്നാലും ആ മോളെ വിളിച്ച് ആ മോളാണ് എനിക്ക് സഹായിക്കുന്നത്.
വെള്ളത്തിന് അടയ്ക്കാനായാലും കറണ്ട് ബില്ല് അടയ്ക്കാനായാലും എനിക്ക് പോരാത്ത മരുന്നെടുക്കാനായാലും ഏതിനായാലും ആ മോളാണ് എനിക്ക് സഹായിക്കുന്നത്. അത് എത്ര കാലം വരെ സഹായിക്കും എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഈ വീട്ടിൽ ഒരു സമാധാനം, ഞാൻ മരണത്തിലെ ഭീഷണിയിൽ മരണത്തിന്റെ അടുത്ത് ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ ഒരു വേളം കെട്ടാലോ വിളി കെട്ടാലോ എന്ത് ചെയ്താലും ആരും ഓടി വരില്ല. ഫാമിലിയാണെന്നും പറഞ്ഞ് ആരും വരില്ല. വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തെങ്കിലും വാക്കിറക്കങ്ങളായി എന്തെങ്കിലും പ്രശ്നമാവുമെന്നും പറഞ്ഞ് ആരും ഒരു വിളി കേട്ടാലോ എന്ത് ചെയ്താലും ഇവിടെ ആരും വരില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ വളരെ ഞാൻ ഈ കിട്ടുന്നതിലും ആകരിയിട്ടാണ് ഈ ഒരു കതവ് ഇടുന്നതും ഈ പൂട്ട് വെക്കുന്നതും വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചിടുന്ന അതെല്ലാം എൻ്റെ മോയ് വന്ന് എല്ലാം സർവത്ര അടിച്ച് പൊട്ടിച്ച് തരിപ്പണാക്കും. ഞാൻ 26-ാം തീയതി ഞാൻ സ്റ്റേഷനിൽ രാത്രി 8 മണിക്ക് ഞാൻ വിളിച്ച് അവരിവിടെ വന്ന് കുറച്ച് അവൻ്റെ തെളിവുകളെല്ലാം എടുത്തോണ്ട് പോയി. അതിൻ്റെ പിറ്റേന്ന് 27-ാം തീയതി ഞാൻ കോവിലിൽ പോയി പൊങ്കാല ഇട്ടിട്ട് വന്നപ്പോൾ എൻ്റെ കതവും പൂട്ടും താക്കോൽ എല്ലാം അടിച്ച് തകർത്ത് ഇട്ടേക്കുന്നു. അതിനെപ്പറ്റി ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ച് കരഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റേഷനിൽ പോയി പരാതി 27-ാം തീയതി വൈകുന്നേരം 5:30 കൊണ്ടുവന്നൊരു പെറ്റീഷൻ കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ച് ഈ പൂട്ടും തകർന്ന് കിടക്കുന്നതും വാർഡ് മെമ്പറെയൊക്കെ ഞാൻ വിളിച്ച് കാണിച്ച് ഇന്ന് വരെ എനിക്കൊരു നീതിയോ ഇതിനെന്തെങ്കിലും ഒരു വാക്ക് ചോദിക്കാനോ പറയാനോ എനിക്ക് ആരും ഇതുവരെയും വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ എൻ്റെ ഒരു മോളെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞ് എനിക്ക് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ സ്വയം തിരഞ്ഞ് ഞാൻ മാനസികമായിട്ട് ഭ്രാന്തിയായി പോയി. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഇതിന് ഒരു നീതി വേണമെന്നും പറഞ്ഞ് ഞാൻ ഇന്നലെ അബദ്ധങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി. ഇതിനു മുമ്പ് അവൻ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അവൻ വെളിയിൽ നിന്ന് പോയി ആണുങ്ങളെ കൊണ്ടുവന്ന് എൻ്റെ ഈ വീട്ടിൻ്റെ അകത്താക്കിയിട്ട് അവൻ ചെവര് ചാടി അവൻ പുറത്ത് പോയിട്ടുണ്ട്. അവർ എൻ്റെ അടുത്ത് മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അയൽവക്കത്തെ വീട്ടിലെ 2 ആമ്പിളരാണ് വന്ന് ഇടപെട്ട് അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങ് വഴിയിൽ ഇടവഴി കൊണ്ടുവച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിതം പറഞ്ഞാണ് ഇവിടെ വന്ന നിന്റെ അമ്മ ആ തരക്കറി, ഞാൻ ആ തരക്കാരിയല്ലേ. എൻ്റെ വീട്ടിൽ ഞാൻ ഇവിടെ വന്നിട്ട് 28 വർഷമായി. ഞാൻ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ മറ്റൊരാളിനെ പങ്കുവെച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തുമില്ല. അതിന് ഞാൻ ആർക്കും കൂട്ട് നിൽക്കത്തുമില്ല. എൻ്റെ മക്കളായാലും വേറൊരു മക്കളായാലും ചീത്തയായി പോയി കാണാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ വീട് ലോണാണ്, അതുമല്ല ഇത് എൻ്റെ മോളെ പേർക്കാണ്, അതും ഇതിൽ ലോണാണ്. അപ്പം ഞാൻ അവരേൽ കിടക്കുന്നുണ്ടാണ് എനിക്ക് ഇത്രയും എനിക്ക് ഇറങ്ങിപ്പോവാൻ വേറൊരു ഇടമില്ല. എനിക്ക് 1 സെന്റ് പെരയിടാം എവിടെയെങ്കിലും തന്ന ഞാൻ ഒരു ചെറ്റ മടം കെട്ടി അതിൽ മനസ്സമോലിട്ട് ഞാൻ ജീവിച്ചോളാം. എനിക്കൊരു ചെറ്റ മടം മതി. എനിക്കെന്നും പറഞ്ഞു 1 സെന്റ് ഭൂമി. അവൻ ഈ ഇടയ്ക്ക് 3 മണിക്ക് വന്ന് ഇറങ്ങിപ്പോവാൻ. അവൻ 3 മണിക്ക് വന്നപ്പോഴും ഞാൻ ഇവിടെ കഥടച്ച് കിടക്കുന്നു, ഞാൻ ഗുളിയും കഴിച്ചിട്ട് കിടക്കുന്ന, ഞാൻ മറിഞ്ഞടിച്ച് വീഴുമെന്നും പറഞ്ഞ് ഞാൻ തല ഇറങ്ങി വീഴും. അതെന്റെ മോക്ക് നല്ലല്ലേ അറിയും. ഒരിക്കൽ എൻ്റെ മോളാണ് എന്നെ വെക്കം പിടിച്ചത്. തല ഇറങ്ങാൻ വരുന്നുണ്ട്, BP കൂടുതലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ എണീക്കുമ്പോഴത്തേക്ക് ഞാൻ തല ഇറങ്ങി വീഴും. അതുകൊണ്ട് എനിക്ക് നല്ലതായ ആൾക്കാർ എനിക്ക് എവിടെയെങ്കിലും 1 സെന്റ് ഭൂമി എനിക്ക് തന്ന ഞാൻ അവിടെ ഒരു ചെറ്റമടം കെട്ടി ഞാൻ എൻ്റെ ഉയിരിനെ ഇട്ടുകൊണ്ട് ഞാൻ മനസ്സമാനായിട്ട് ഞാൻ ജീവിച്ചോളാം. അത്ര എൻ്റെ മനസ്സിൽ നെഞ്ചു പൊടിഞ്ഞാണ് ഞാൻ പറയുന്നത്. എനിക്ക് വേറെ ആരും ഇല്ല. ഉള്ളവരെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല. മാളെ സംബന്ധം കിട്ടാറെ കൊണ്ട് ഒരു സഹായം ഇല്ല. പിന്നെ എൻ്റെ കുട്ടിയെ കൊണ്ട് അവക്ക് തരാനുള്ള ഒരു ജോലി അവക്കില്ല. അവക്ക് 2 പൊടി കൊച്ചുങ്ങളാണ്. അതുകൊണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളായാലും അമ്മമാരായിരുന്നാലും അച്ഛന്മാരായിരുന്നാലും എനിക്ക് വേണ്ടി 1 സെന്റ് ഭൂമി എന്നെ ഈ ദുരിതത്തിൽ നിന്ന് മാറ്റിയിറങ്ങി അവർക്കൊക്കെ 100 കോടി പുണ്യമാണ്. എനിക്കിത് നാട്ടുകാരുടെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളു. ഒരു രാത്രി എടുത്തോണ്ട് ഈ കാലും മത്സരിട്ട് ഞാൻ റോട്ടിൽ പോയി ഞാൻ ആ വന്ന സാറന്മാർക്കും കാണിച്ചു. വലിയ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെ 2 ആഴ്ചക്കകത്ത് അവിടെ കഞ്ചാവ് വെച്ച് എന്നെ പിടിപ്പിക്കുമെന്ന്. നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കിണറ്റി ചാടി ചത്തൂടേടി, നീ ചാവടി, കിണറ് കിടക്കല്ലേടി. എന്നിട്ട് അന്ന് ഈ പോലീസ് വന്നിട്ട് പോയതിനു ശേഷം എന്നെ ഒരുപാട് ആക്രമിച്ച് കല്ല് പറക്കി എറിഞ്ഞ്. അതെല്ലാം ഞാൻ ഈ പെറ്റീഷത്തിൽ വെച്ചിട്ടുണ്ട്. എന്നെ കല്ല് പറക്കി എറിഞ്ഞ് എന്നെ അവിടെ നിന്ന് വേണ്ട അപരാധം മൊത്തവും വിളിച്ച്
എന്നെ 2 ആഴ്ചക്കകത്ത് ഞാൻ ലോട്ടറി കച്ചവടം ചെയ്യുന്നിടത്ത് അവൻ കഞ്ചാവ് വെച്ച് പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാനിത് ഇത്രയും ഞാൻ പരാതി വെച്ച് കൊടുത്തിട്ട് എനിക്ക് ഇന്നുവരെ ഒരു നീതി ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഞാൻ BP കൂടി അന്ന് എന്നെ രാത്രി 12 മണിക്കാണ് എന്നെ ചെറിയ ആശുപത്രിയിൽ അയൽവക്കക്കാരെ ഒരു കൊച്ചു മലക്കറി വയ്ക്കുന്ന കൊച്ചിന്റെ വണ്ടിയിൽ കൊണ്ടുപോയി ആ മേലത്തെ ആ ഇറങ്ങി കയറുന്ന വീട്ടിലെ കൊച്ചും അവിടുത്തെ ആ കൊച്ചിന്റെ മരുമനും കൂടെയാണ് 2:30 മണി വരെ നിന്നത്. എന്നിട്ട് എനിക്ക് എന്റെ മക്കളോ ആരുമില്ല, അവർക്ക് വരാൻ പറ്റൂല, വേറെ ആരും ഇല്ലായിരുന്നു. ഈ നാട്ടുകാർ അവര് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാ ഈ കണ്ടോണ്ട് ഈ കാണുന്ന ആൾക്കാര് എനിക്കിതിലൊരു എവിടെയെങ്കിലും 1 സെന്റ് എനിക്ക് ഇവിടെ വിട്ടുപോയി മനസമാനായിട്ട് എനിക്ക് ആരെയും ശല്യമില്ലാതെ ജീവിക്കാൻ. ഈ 2 കാല് എത്ര വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് കെട്ടിയാണ് ഞാൻ നടക്കുകയും പോവുകയും വരെയൊക്കെ ചെയ്യുന്നത്. ആരടുത്തും ഞാൻ കള്ളം പറയുന്നതല്ല, ഒരു മനുഷ്യരുടെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞില്ല. ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ പോകും. ഒരു ബുക്ക് വിട്ടുകൊണ്ട് വന്ന് ഈ എല്ലാ കാര്യത്തിനും എവിടെ ഒരു കാര്യം വന്നാലും ഇത് വിറ്റാണ് ഞാൻ പോണത്. എനിക്ക് പണത്തിനോടൊന്നും ആഗ്രഹമില്ല. എനിക്ക് 1 സെന്റ് അതിൽ ഒരു ചെറ്റ മടവിൽ ഞാൻ കെട്ടി എന്റെ വീടിനിട്ടുണ്ട്. എന്റെ മരണത്തിൽ എനിക്ക് എപ്പോഴും ഭീഷണിയാണ്. ഞാൻ പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത്. വിളിയേട്ട ഒരു മനുഷ്യര് വാടി വരില്ല. കാര്യം നേരത്തെ പറയുമ്പോൾ പറയും ഫാമിലിയാണ്, അവ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ച് കൂട്ടടിയാവും. അതുകൊണ്ട് നമ്മൾ അവന്റെ അടുത്ത് എന്തിനാ പറഞ്ഞാൽ അതൊരു വിഷയമാക്കണം എന്നാണ് ആൾക്കാർ പറയുന്നത്. കേരള ഓൺലൈൻ മീഡിയ, ചിറയൻകീഴ്, തിരുവനന്തപുരം.